ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര ലോവർ കരിക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ യൂസ്ഡ് കാറിൻ്റെ ഒരു ഷോറൂം വരുന്നുണ്ട്. കാർ ആൻഡ് ബൈക്ക് എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര് വരുന്നത്. നേരത്തെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്നായിരുന്നു, അപ്പോൾ അവർ പേരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ചോയ്സ് എന്നാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ ഒരു കാർ ആൻഡ് ബൈക്കിൽ നിന്ന് കേട്ട് ഇനി എല്ലാവരും മൈൻഡിൽ വന്നായെങ്കിൽ മാത്രമേ ആ ഒരു പേരിനി എല്ലാവരെയും മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് കൂടിയതും പ്രൈസ് കുറഞ്ഞതൊക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നില്ല. പ്രൈസ് കുറഞ്ഞ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് ഒരു കുഴപ്പം കിയ സെൽട്ടോസ് അങ്ങനെയുള്ള അത്യാവശ്യം ടാറ്റ നെക്സോൺ കിടപ്പുണ്ട്, ഗ്ലാൻസ കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഉള്ള വാഹനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്രൈസ് കുറഞ്ഞത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയോൺ കിടപ്പുണ്ട്, ഓമിനി കിടപ്പുണ്ട്, ഓൾട്ടോ കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറച്ച് വാഹനങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. പ്രൈസ് കുറഞ്ഞ കുറച്ച് വാഹനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അഫ്സൽ, ആദ്യം നമുക്കൊരു ഈക്കോയാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. 2018 വണ്ടിയാണ്, 48,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 5 സീറ്റർ വണ്ടിയാണ്, AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് റേറ്റ് വരുന്നത് 485 റേറ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. അപ്പോൾ ലോണിലേക്ക് വന്നാൽ എത്ര വരെ കിട്ടുമായിരിക്കും? മാക്സിമം വണ്ടി ചെയ്ത് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഡൗൺ ഒരു 10-30 രൂപ ചെയ്ത് കൊടുക്കാം. 5 വർഷം വരെ കിട്ടുമോ? 5 വർഷം വരെ കിട്ടും. 5 വർഷം വരെ കിട്ടും. അപ്പോൾ ഈക്കോ 5 സീറ്റർ 5 ലക്ഷം രൂപയ്ക്കുള്ളിൽ നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ് നമുക്ക് കിടക്കുന്നത്. വേറെ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയർ ഫ്രണ്ടിൽ നിന്ന് മോശമല്ലാത്ത കണ്ടീഷൻ വരുന്നുണ്ട്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടീഷനാണ്. പുറകിലത്തെ ടയറും വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാഹനത്തിന് വരുന്നില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വാഹനം കിടപ്പുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് വരാം. അകത്ത് വരുന്ന സമയത്ത് ഒക്കെ അത്യാവശ്യം നീറ്റാണ് കിടപ്പുണ്ട്. അപ്പോൾ ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞാലും സീറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഇൻഫോർട്ടൈൻ സിസ്റ്റം നൽകിയിട്ടുണ്ട്. AC നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് കളറാണ് ടോപ്പിലൊക്കെ വരുന്നത്. സീറ്റ് കവറോ കാര്യങ്ങളൊന്നും വേറെ എക്സ്ട്രാ ചെയ്തിട്ടോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്ന ഈക്കോ. അപ്പോൾ ആരെങ്കിലും ഈക്കോ നോക്കി നടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വാഹനം പരിഗണിക്കാം. വൈറ്റ് കളർ കൂടിയാണ് വാഹനം നമുക്ക് വരുന്നത്. താഴെ ചെറിയ ക്ലാഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്, തട്ടിയാലും മുട്ടിയാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തേക്ക് വരാം. അപ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു ബലേനോ കാണിക്കാത്ത വാഹനമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് 2018-19 വണ്ടിയാണ് വരുന്നത്. സിഗ്മയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 585 പ്രൈസ് വരുന്നത്. അതിൽ 2 വർഷം വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വാറണ്ടി കാര്യങ്ങളെല്ലാം 2 വർഷം വരെ വാറണ്ടി വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 34 സംതിങ് ഓടിയിട്ടുണ്ട്. 34 സംതിങ്. ഓക്കെ, ആ റേഞ്ചിലാണ് ഓടിയേക്കുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കളറും നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. കൊല്ലം രജിസ്ട്രേഷനാണ് വാഹനം നമുക്ക് വരുന്നത്. വീൽ കപ്പാണ് വരുന്നത്. ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ്. 2 ടയർ നോക്കിയാലും കണ്ടീഷൻ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ സൈഡ് പ്രൊഫൈലിലും വരുന്നില്ല. ടയറിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം കണ്ടീഷനായിട്ട് അപ്പോൾ ടയറും വലിയ കുഴപ്പമില്ല. ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് അകത്തേക്കൊന്ന് വരാം. ട്യൂഡർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംറസ്റ്റ് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെൻറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. AC പവർ സ്റ്റിയറിംഗ് അത്യാവശ്യം വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തേക്കുന്നതൊന്നുമല്ല. ഇൻബിൽഡ് തന്നെ വരുന്ന സീറ്റ് കവർ തന്നെയാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് ഒരു എക്കോ സ്പോർട്ട് കിടപ്പുണ്ട് ഇല്ലേ? അത് ഡീസലല്ലേ വണ്ടി? ഡീസൽ വണ്ടിയാണ്. അതിനെങ്ങനെ പ്രൈസ് വരുന്നത്? 495 വരും. 495 നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതാണ്. 495 തൊട്ടപ്പുറം വരുന്ന ബലേനോയും ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ ഒരു കിഡിലേക്ക് വരാം. അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2019 വണ്ടിയാണ്. 1 ലിറ്റർ ആണ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 385 പ്രൈസ് വരുന്നത്. 385 പ്രൈസ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 40 സംതിങ് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. എനിക്കൊന്ന് ഇത് സീറോയിൽ ഇറക്കി കൊണ്ടുപോകാം. ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. സീറോയിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ടയറൊക്കെ കണ്ടീഷൻ ഉണ്ടപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ട്. മോഡൽ എത്ര എന്ന് പറഞ്ഞത്? 2019 വണ്ടി. 2019 വണ്ടിയാണ്. 1 ലിറ്റർ വണ്ടി. ഓക്കെ, റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം അക്സസറീസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് വരുന്നുണ്ട്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് നടക്കുന്ന ഒരു വാഹനമാണ്. ജസ്റ്റ് ഞാൻ അകവശവും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ ആ ഒരു ഇന്റീരിയർ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് കാണണമല്ലോ. ലോക്കായിട്ട് കിടക്കുവാണ്. ഇൻഫോർമേഷൻ സിസ്റ്റം എന്നിട്ട് ടച്ച് സ്ക്രീനാണ് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ടുണ്ട്. AC തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത നമുക്കൊരു ഒമിനി കിടപ്പുണ്ട്. അപ്പോൾ അത് വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്ന വാഹനമല്ല. അപ്പോൾ ഒമിനിയുടെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കിത് 2014 വണ്ടിയാണ്. സെക്കൻഡിൽ ഓണർഷിപ്പ് വരുന്ന 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 185 പ്രൈസ് വരുന്നത്. 185 പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് AC ഒന്നും വരത്തില്ല. ഒമിനിക്കകത്ത് AC ഒന്നും വരത്തില്ല. പിന്നെ കാര്യം ചോദിക്കണം, ഇനി ഫിനാൻസ് കിട്ടും? ഒമിനിക്ക് ഫിനാൻസ് കിട്ടും. ഒരു 40 രൂപ ചെയ്ത് കൊടുക്കാം. നമുക്ക് 40 രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ആളുകൾ കിട്ടും? 5 വർഷം കിട്ടുമോ?
മാക്സിമം ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ 2014 ആയതുകൊണ്ട് എനിക്കൊന്നും ഒരു 5 വർഷം കിട്ടാൻ സാധ്യതയില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഒമിനിയെ കുറിച്ച് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ലൈഡിംഗ് ഡോർസും ടയർ മാത്രം നോക്കുക. ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ്. അത്യാവശ്യം സ്ക്രാച്ചസ് ഒക്കെ ഒരു സൈഡ് പോർഷനിലേക്ക് അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് എടുക്കുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. സീറ്റ് കവറൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. സീറ്റ് കവറൊക്കെ അതുപോലെ കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് കാണിച്ചേക്കാം. കണ്ടോ, സീറ്റ് കവറൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. ബ്ലോവറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. വേറെ പവർ സ്റ്റീരിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടത്തില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. അത് മാത്രമല്ല സീറ്റിൻ്റെ എണ്ണവും കൂടുതലാണല്ലോ ഇതില്ലേ? അതെ. എത്ര സീറ്റാണ് ഇത് വരുന്നത് വണ്ടി? 7 സീറ്റ് വണ്ടിയാണ് വരുന്നത്. 7 സീറ്റ് വണ്ടിയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഒരു 7 സീറ്റ് വണ്ടി നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് പരിഗണിക്കാവുന്നതാണ്. 185 അല്ലേ? 185 റേഞ്ചിലാണ് പ്രൈസ് നമുക്ക് വരുന്നത്. അടുത്ത നമുക്കൊരു ഐട്ടൺ കിടപ്പുണ്ടല്ലോ. ഐട്ടൻ്റെ ഒക്കെ പ്രൈസും കാര്യങ്ങളും 2019-20 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ 50-നകത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. പ്രൈസ് വരുമ്പോഴത്തേക്ക് 495 നമുക്ക് പ്രൈസ് വരുന്നത്. 495. അതെ. 495 റേഞ്ചിൽ ചോദിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 50-നകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. 50-നകത്ത്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. മോഡൽ 19-20 വണ്ടിയാണ്. 19. ഫിനാൻസ് എത്ര കിട്ടും? ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം 0 ഇറക്കാൻ പറ്റും. ഇത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ DRL വരുന്നുണ്ട്, ഫോഗിലാം വരുന്നുണ്ട്. ടയർ പക്ക കണ്ടീഷനാണ്. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ടല്ലോ വണ്ടി. ഇത് ഇപ്പോൾ വാഷ് വല്ലതും ചെയ്തായിരുന്നു നിങ്ങൾ? ഇപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡെലിവറി ടൈമിൽ ഒരു പോളിഷോട് വരുന്നുണ്ട്. ഒരു പോളിഷോട് വരും. അപ്പം ക്രോം എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡോർ ഹാൻഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് അകത്തേക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്നുള്ളത്. സീറ്റ് കവറൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻബിൽഡ് ആയിട്ട് സ്റ്റീരിയോ വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ബാഗ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നീറ്റ് എടുക്കുന്ന വാഹനമാണ്. പ്രൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 495. 495. 5 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിടപ്പുണ്ട്. 0-ൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത് നമുക്കൊരു ഇയോൺ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഇയോണിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ വൈറ്റ് കളറാണ് കിടക്കുന്നത്. 2017 വണ്ടിയാണ്. 2017 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 318 നമുക്ക് പ്രൈസ്. 318 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 0 ഇറക്കാൻ പറ്റുമോ? 0 ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇയോൺ വേറെ ആക്സിഡന്റ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 0-ൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫോഗിലാം വരുന്നത് വൈറ്റ് കളറാണ് വാഹനം. മോഡൽ എത്രയായിരുന്നു പറഞ്ഞത്? 2017 വണ്ടി. 2017 വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഇയോൺ അത് പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. സീറ്റ് കവറൊക്കെ ആ ഒരു കമ്പനിയിൽ നിന്ന് വരുന്ന സീറ്റ് കവർ തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പുറമെ ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റീരിയോ 2 അവർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത നമുക്ക് ആ ഒരു കിഡിൽ കാണിച്ചല്ലോ. ആ ഒരു കിഡിലേക്ക് വരാം. അതിപ്പോൾ 1 ലിറ്ററാണ് നടക്കുന്നത്. 1 ലിറ്ററാണ് വരുന്നത്. 1 ലിറ്ററാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര പ്രൈസ് ഒക്കെ? 2021 വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 8500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. RXT ആണ് വേരിയന്റ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 495 നമുക്ക് പ്രൈസ് വരും. ഇത് 0 ഇറക്കി കൊണ്ടുപോകാമല്ലോ. 0 ചെയ്ത് കൊടുക്കാം. 0-ൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 1 ലിറ്ററുമാണ്. അതെ. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ 2 ചെയ്തിട്ടുണ്ട്. സിൽവർ കളർ കൂടിയാണ്. ടയറൊക്കെ 4 കണ്ടീഷൻ തന്നെയാണ്. വീൽ കപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും? ഒന്നുമില്ല. നമുക്ക് 2 വർഷം വാറണ്ടി സർട്ടിഫിക്കറ്റ് എടുക്കുന്ന വണ്ടിയാണ്. 2 വർഷം വാറണ്ടി കൂടെ സഹിതം. അപ്പോൾ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഇയോൺ കാണിച്ചാൽ ജസ്റ്റ് ഇയോൺ കിടപ്പുണ്ടല്ലോ. അത്യാവശ്യം ഇയോൺ സ്റ്റോക്ക് ഉണ്ടല്ലോ നമുക്കിപ്പം. ഇയോൺ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ആയിട്ടില്ല. വണ്ടിയുടെ പ്രൈസ് ആയിട്ടില്ല. ഓക്കെ. വണ്ടി വന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 3 രൂപ റേഞ്ച് വരുമായിരിക്കും. മോഡൽ എത്ര? അത് മോഡൽ 2017 വണ്ടിയാണ്. 2017 വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്ത നമുക്ക് അവിടെ ഒരു i20 കിടപ്പുണ്ടല്ലോ. i20 കാര്യങ്ങൾ എങ്ങനെയാണ്? 2017-18 വണ്ടിയാണ്. ഓക്കെ. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ 34 സംതിങ് ഓടിയിട്ടുണ്ട്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 595 പ്രൈസ് വരുന്നത്. 6 ലക്ഷം രൂപയ്ക്കുള്ളിലാണ്. അതെ. പ്രൈസ് നമ്മൾ 0-ൽ കിട്ടുമോ ഈ വണ്ടി? 0-ൽ നമുക്ക് നോക്കാം. കസ്റ്റമറുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കാം. 0-ൽ ചെയ്ത് കൊടുക്കാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തോടെ ഡാറ്റ്സിന്റെ ഒരു വാഹനം കിടപ്പുണ്ട്. ഇതൊക്കെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ വാഹനങ്ങളാണല്ലോ. അതെ. അപ്പോൾ ഇത് ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനായിട്ട് കിടപ്പുണ്ട്. സീറ്റ് കവറൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് 2016 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 265 പ്രൈസ് വരുന്നത്. 265 ചോദിക്കുന്നത്. കിലോമീറ്റർ 40 സംതിങ് ഓടിയിട്ടുണ്ട്. 40 സംതിങ് ഓടിയിട്ടുണ്ട്. 0-ൽ ഇറക്കാൻ പറ്റും. 0 ചെയ്ത് കൊടുക്കാം. 0 ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രൈസ് ആകുമ്പോൾ വലിയ EMI 5 വർഷം കിട്ടുമായിരിക്കും. 5 വർഷം കിട്ടും. 5 വർഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടിയുടെ ഒരു പ്രൈസ് വെച്ചിട്ട് ഏകദേശം EMI എന്തോ വരുമായിരിക്കും? 600 രൂപയ്ക്ക് വരുമോ? 600 ആ റേഞ്ച് വരും. ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 0-ൽ ഒരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു 600 ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. വൈറ്റ് കളറുമാണ്. ടയർ 4 കണ്ടീഷൻ തന്നെയാണ്. ഒരു വീൽ കപ്പ് വരുന്നില്ല. അതൊക്കെ അവർ ഇട്ട് തരാം. അതൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് വാഹനം. ജസ്റ്റ് ഞാൻ ഈ ഒരു അകവും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരു സീറ്റ് കവറിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഒക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. AC
അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് നടക്കുന്ന വാഹനമാണിത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇയോൺ അവൈലബിൾ ആണ്. ഇയോൺ ഒന്നല്ല, 2 കിടപ്പുണ്ടല്ലോ, ഒരു ബ്ലൂ ഇയോൺ കിടപ്പുണ്ടല്ലോ. നമുക്ക് ഒരുപാട് ഇയോൺ ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഒരുപാട് ഇയോൺ നമുക്ക് അവൈലബിൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ കിടക്കുന്ന ഇയോണിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഇത് വരുമ്പോഴത്തേക്ക് 2014 വണ്ടിയാണ്. LPG ആണ് വരുന്നത്. 2014 LPG വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ 50 സംതിങ് ഓടിയിട്ടുണ്ട് വണ്ടി. 50 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പോൾ എത്ര നമുക്ക് അതിന്റെ റേറ്റ് ആയിട്ടില്ല, വണ്ടി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ശരി. അപ്പോൾ LPG കൊണ്ടാണ് വണ്ടി വരുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇയോൺ അവൈലബിൾ ആണല്ലോ. അതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? അതൊക്കെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 198 റേഞ്ച് വരും. 198 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ഇത് 2012 വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 50 സംതിങ് ഓടിയിട്ടുണ്ട്. 50 സംതിങ്. അപ്പോൾ സീറോയിൽ ഇറക്കിക്കൊണ്ട് പറ്റുമോ നമുക്ക് ഇത്? സീറോയിൽ നമുക്ക് ഈ 12 വണ്ടിയാണ്ടാണ് നോക്കണം. ശരി, 12 വണ്ടിയല്ലേ? ഇപ്പോൾ ഏകദേശം 12 വർഷം പഴക്കം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച് അടക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് സെൽറ്റോസ് ഒന്ന് കാണിച്ചാൽ പ്രൈസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് കാണിച്ചേക്കാം. അത് ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ ആണ്. പെട്രോൾ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് വരുന്നത് പ്രൈസ്? ഇത് 2020 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഏകദേശം 30,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റേറ്റ് വരുമ്പോഴത്തേക്ക് 1295 നമ്മുടെ പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡ് വണ്ടിയാണ് കിടക്കുന്നത്. ടോപ്പ് എൻഡ് വണ്ടിയാണ് കിടക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് സീറോയിൽ കൊടുക്കാൻ പറ്റുമോ? സീറോയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊരു ഫിഗോ എന്ന് കാണിച്ചാലോ? അത് എനിക്ക് വലിയ പ്രൈസ് വരാത്ത വാഹനമായിരിക്കുമല്ലോ അത്. ഇത് നമുക്ക് ഇന്നലെ വന്ന വണ്ടിയാണ്. നമുക്ക് ഡീസലാണ് വരുന്നത്. നമുക്ക് റേറ്റ് ആയിട്ടുള്ള വണ്ടി ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഡീസൽ വണ്ടിയാണ്. മോഡൽ എത്ര ഇത് വരുന്നത്? ഇത് മോഡൽ 12 വണ്ടിയാണ്. 12 വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 12 ആകുമ്പോൾ ഫിനാൻസ് നമുക്ക് കിട്ടുമോ? ഇത് ഫിനാൻസ് ഫോർഡ് ആയതുകൊണ്ട് പാടാണ്. എന്തായാലും നോക്കാം. ഓക്കെ. എന്നാലും ഏതെങ്കിലും ഫിനാൻസിൽ കാണുമല്ലോ ചെയ്യുന്നത്? ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ ആർക്കും താല്പര്യം വിളിക്കാൻ വണ്ടി വന്നതേ ഉള്ളൂ. അതുകൊണ്ട് റേറ്റ് ആയിട്ടില്ല. കാര്യം ഞാൻ നോക്കിയിട്ടൊക്കെ വേണം. കളർ അത്യാവശ്യം കുഴപ്പമില്ല. സ്ക്രാച്ചസ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീൽ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. എനിക്കൊന്ന് 10-20 മേളിൽ മൈലേജ് കിട്ടൂലേ വണ്ടിക്ക്? കിട്ടും. വാഗണർ എന്ന് പറഞ്ഞു. വാഗണർ വരുമ്പോഴത്തേക്ക് 2021 വണ്ടിയാണ്. 40,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXC ആണ് വേരിയന്റ് വരുന്നത്. നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 548 പ്രൈസ് വരുന്നത്. ഇതിൽ 2 വർഷം വാറണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ് നമുക്ക്. ഓക്കെ. 2 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ വരും. അതെ. സീറോ ഇറക്കാൻ പറ്റുമോ നമുക്ക്? സീറോ ചെയ്ത് കൊടുക്കാം. വേറെ നമുക്ക് പ്രൈസ് റേഞ്ച് എനിക്ക് ആ വണ്ടി പുതിയ വണ്ടിയാന്ന് തോന്നല്ലോ. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇല്ലായിരുന്നല്ലോ. ട്രൈബർ. അപ്പോൾ അതെങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത്? ഏത് മോഡലാണ്? ഏത് വേരിയന്റ്? ഇത് 2020 വണ്ടിയാണ്. RX-Z ആണ്. ടോപ്പ് വേരിയന്റ് ആണ്. അല്ലേ? അതെ. കിലോമീറ്റർ 40 സംതിങ് ഓടിയിട്ടുണ്ട്. 40 സംതിങ് കിലോമീറ്റർ. എത്ര നമ്മൾ ചോദിക്കുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 595 റേഞ്ച് ആയിരിക്കും പ്രൈസ് വരുന്നത്. 595 റേഞ്ചിലാണ്. അപ്പോൾ ടോപ്പ് എൻഡ് വാഹനമാണ്. ഓക്കെ. അപ്പോൾ 595 ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാം. കാര്യം ടോപ്പ് എൻഡ് വാഹനമാണെങ്കിൽ ബേസ് മോഡൽ ഏകദേശം 730 ആ ഒരു റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബിറ്റ് വേരിയന്റ് ആകുമ്പോൾ 8-9 റേഞ്ചിൽ പ്രൈസ് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഇത് സീറോ ഇറക്കാൻ പറ്റുന്ന കൺഫേം ആയിട്ടും സീറോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓൾട്ടോ കിടപ്പുണ്ടല്ലോ, വൈറ്റ് കളർ. മോഡൽ എത്ര? ഇത് 2022 വണ്ടിയാണ്. 22. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 40 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 385 പ്രൈസ് വരുന്നത്. അതിൽ 2 വർഷം വാറണ്ടി എല്ലാം വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ? ഓക്കെ. 385. സീറോ ഇറക്കാൻ പറ്റുമോ? സീറോ ചെയ്ത് കൊടുക്കാം. ഓൾട്ടോ ആണ്. പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടൊന്നും വരുന്നില്ല. ഈ ഒരു ഓൾട്ടോ ടയർ ഇച്ചിരി മോശമാണ്. നിങ്ങളത് മാറ്റേണ്ടതായിട്ട് വരും. യൂസർ ടയർ ഉണ്ട്, മേടിച്ചാലും മതി. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞ പ്രൈസിന് ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ? ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻബിൽഡ് വരുന്ന ഇൻഫോർട്ടൻറ്റ് സിസ്റ്റമാണ്. VXC ആണ് വേരിയന്റ് വരുന്നത്. സീറ്റ് കവർ ഉള്ള അത്യാവശ്യം പ്രീമിയം സീറ്റ് കവർ തന്നെയാണ് വാഹനത്തിൽ ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഓൾട്ടോ ഒന്ന് കാണിക്കാം. അതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2014 വണ്ടിയാണ്. 14 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 255 പ്രൈസ് വരുന്നത്. 255. ഇതിന് സീറോയിൽ ഇറക്കാൻ പറ്റുമോ? സീറോ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ ടയർ പക്ഷേ കണ്ടീഷൻ ആണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് വാഹനമാണ്. വേറെ തട്ടമുട്ടോ വല്ലതും റീപെയിന്റോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇല്ല. വേറെ വല്ല വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് നമുക്ക്? വേറെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ബാക്കിയെല്ലാം അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന വാഹനങ്ങളല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ കിടന്ന് നമുക്ക് വാഹനങ്ങൾ അത്യാവശ്യം കാണിക്കാൻ പറ്റിയ നമുക്ക് വാഹനങ്ങൾ ഇനി ഒരുപാട് കിടപ്പുണ്ട്. കുറേയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ലോവർ കരിക്കമാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കൊട്ടാരക്കരയിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ച നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോട്ടോസൊക്കെ അവർ അയച്ചു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.